ആദരവായവരെക്കൽ തങ്ങൾ സമസ്തക്കന്നൊരു കൊടി നാട്ടി. ആ തിരുപ്രസ്ഥാനത്തിൽ അബ്ദുൽ ബാരി മഹാനൂർ ചൊടി കാട്ടി. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നും പാവന വഴി കാട്ടി. പാലൊളിയാം പതി അബ്ദുൽ ഖാദർ എന്ന മാനും തെളികാട്ടി. ആദരവായവരെക്കൽ തങ്ങൾ സമസ്തക്കന്നൊരു കൊടി നാട്ടി. ആ തിരുപ്രസ്ഥാനത്തിൽ അബ്ദുൽ ബാരി മഹാനൂർ ചൊടി കാട്ടി. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നും പാവന വഴി കാട്ടി. പാലൊളിയാം പതി അബ്ദുൽ ഖാദർ എന്ന മാനും തെളികാട്ടി. കണ്ണിയത്തുസ്താദ് എന്ന മഹാവലിയോരുടെ കാൽപ്പാടുകളെ ഗമിച്ച് ശംസുൽ ഉലമ എന്നൊരു തങ്കത്തിങ്കളുദിച്ചത് അജബായി. അജബായി. കോട്ടുമല അബൂബക്കർ മുസ്ലിയർ തണി തുണയേകിയ സമസ്തയിലന്ന് മലരാറ്റൽ ഗുരു കൂറ്റനാടും ഊറ്റമിൽ പോറ്റിയ പ്രസ്ഥാനം. ആദരവായവരെക്കൽ തങ്ങൾ സമസ്തക്കന്നൊരു കൊടി നാട്ടി. ആ തിരുപ്രസ്ഥാനത്തിൽ അബ്ദുൽ ബാരി മഹാനൂർ ചൊടി കാട്ടി. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നും പാവന വഴി കാട്ടി. പാലൊളിയാം പതി അബ്ദുൽ ഖാദർ എന്ന മാനും തെളികാട്ടി. ബാഫക്കി തങ്ങൾ കൊപ്പമിൽ PMS തങ്ങൾ തിരി തെളിയിച്ച് സെയ്ദുമർ ബാഫക്കി തങ്ങളും طيبا مباركا فيه على كل حال حمدا يوافي نعمه يكافي مزيدا اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا مولانا محمد. السلام عليكم ورحمة الله وبركاته. ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ പാനക്കാട് സയ്യിദ് തങ്ങളവരുകളെ, സമസ്തയുടെ കേന്ദ്ര മുസാവറ അംഗവും മിത്തബയിൽ ഉസ്താദ് എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ജബ്ബാർ ഉസ്താദ്, നമ്മുടെ വേദിയിലുള്ള സയ്യിദന്മാർ, പണ്ഡിതന്മാർ, നേതാക്കൾ, ഉമറാക്കൾ, ഇവിടെ കൂടിയ എല്ലാവരെയും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇസ്ലാമിക് സെന്ററിന് വേണ്ടി സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. സുന്നത്ത് ജമാഅത്ത് എക്കാലവും ഇവിടെ നിലനിൽക്കണം എന്നുള്ള ഒരു അത്യാവശ്യം നല്ല ആഗ്രഹമുള്ളവരായിരിക്കും അവൻ. ആയതുകൊണ്ട് എന്റെ സംസാരം ഞാൻ കൂടുതലാക്കുന്നില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമയുടെ കീഴട SYSന്റെ 60ാം വാർഷിക സമ്മേളനത്തിന് പൂർണ്ണമായ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അള്ളാഹുവിന്റെ പരിശുദ്ധ വാക്യത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ 2 വാക്കിൽ ഞാൻ ഒഴിവാകുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഈ നാട്ടിൽ മഹാനായ ശൈഖുന ശംസുൽ ഉലമയുടെ നാമധേയത്തിൽ ഒരു സ്ഥാപനം ഉയർന്നു വന്നിരിക്കുകയാണ്. അതിനു വേണ്ടി ശംസുൽ ഉലമ ഖിയാ സമിതിയുടെ പ്രവർത്തകന്മാരും ഈ നാട്ടിലുള്ള പലരും അധ്വാനിക്കുന്നതോടൊപ്പം വളരെയേറെ എൻ്റെ പ്രിയങ്കരനായ മുസ്തഫൽ ഫൈസി അവറുകൾ രാത്രി ഉറക്കവും ഒഴിച്ചും കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ സ്ഥലത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലത്ത് ഈ മഹാനായ ശംസുൽ ഉലമാന്റെ ഇങ്ങനെ ഒരു അനുസ്മരണയായിട്ട് ഇവിടെ നടത്തുന്നതും ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയതും ക്രിയ അതിനോടുകൂടെ വാസ്തവത്തിൽ ഒരു കാര്യം ഞാൻ പറയുന്നത്, നാം ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയിട്ടാണ്. ആഖിറം സലാമത്താവണം എന്നുള്ള ഒരേ ഒരു ഉദ്ദേശം അല്ലാണ്ട് ഈ പ്രസ്ഥാനം കൊണ്ട് ഒരു നേട്ടവും നമുക്ക് വേറെ ഇല്ല. നമ്മളെല്ലാവരുടെയും ഉദ്ദേശം ആഖിറം സലാമത്താവണം, ആഖിബത്ത് നന്നാവണം എന്നുള്ളൊരു ഉദ്ദേശമാണ്. നിരന്തരമായി കുറേ ദിവസത്തെ പ്രവർത്തനം കൊണ്ട് ഞാൻ ക്ഷീണിതനുമാണ്.
രാവിലെ കോളേജിൽ ജാമ്യയിൽ കുറച്ച് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മമ്പറം തങ്ങളുടെ അവിടെ ഒരു സിയാറത്ത് ചെയ്ത് നേരെ ഇവിടെ മംഗലാപുരത്തെത്തിയതാണ്. നമ്മുടെ യാത്രയും ഒത്തുചേരലും ഒക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിലാക്കി തിരുമാറാവട്ടെ. ഞാൻ നിങ്ങളെ ഓതി നേരായ മാർഗത്തിലേക്ക് ചേർത്തിത്തരണമേ എന്നതാണ് ദുആയുടെ ചുരുക്കം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വര വരഞ്ഞു. അതിനപ്പുറത്ത് കുറച്ച് ചെറിയ വരകൾ, അതിനിപ്പുറത്തും കുറച്ച് വരകൾ. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇത് എൻ്റെ നേരായ വഴിയാണ്. ഒരുപാട് വഴികൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട്. അതിനോടൊക്കെ നിങ്ങൾ പിന്തുടർന്നാൽ ഫതഫറഖ ബിക്കും, നിങ്ങളെല്ലാം ശിഥിലമായി പോകും, അത് നിങ്ങളുടെ നാശത്തിന് ഹേതുവാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നേരായ മാർഗം ഏതാണ് എന്ന് നമുക്ക് കാണിച്ചു തരാനായി പ്രവാചകന്മാരെ അള്ളാഹു അയച്ചു. 1.25 ലക്ഷം പ്രവാചകന്മാർ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവസാനത്തെ പ്രവാചകനായി അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചു. ഒരുപാട് കാലം തങ്ങൾ ദീനീ ദഅവത്ത് നടത്തി. വഹി ലഭിക്കുന്നതിന് മുമ്പ് 40 വർഷക്കാലം മക്കത്ത് താമസിച്ചു. ഒരു കുറ്റവും തങ്ങളിൽ നിന്നുണ്ടായില്ല. ചെറുദോഷവും ഉണ്ടായില്ല, വലിയ ദോഷവും ഉണ്ടായില്ല. റസൂലുള്ള മാത്രമല്ല, സകല അമ്പിയാക്കന്മാരുടെയും അവസ്ഥ ഇതാണ് എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇസ്മത്തുൽ അംബിയ, അമ്പിയാക്കന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദോഷങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ഒരവസ്ഥയിൽ അവർ നിശ്ചയിച്ചു എന്ന് ചുരുക്കം. വളരെ വിശാലമായ ഹദീസിൽ ദലായിലുൽ നബുവത്തിൽ തങ്ങളെ സംബന്ധിച്ച് പറയുന്നിടത്ത് 2 സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ബുഖാരി ഇമാമും അത് ഉദ്ധരിച്ചിട്ടുണ്ട്. വളരെ ചെറുപ്പകാലത്ത് 25 വയസ്സാകുന്ന സന്ദർഭത്തിൽ തങ്ങൾക്ക് ഏറ്റവും വലിയൊരു അനുഭവം കഅബത്തിൻ്റെ പുനർനിർമ്മാണം നടത്തുമ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒക്കെ വോളണ്ടിയറി വർക്കർമാരായതുകൊണ്ട് പണിയായുധങ്ങളൊന്നും കൂടുതലില്ല. കല്ലേറ്റി കൊണ്ടുവരുമ്പോൾ ആ കല്ല് വെക്കുന്നതിൻ്റെ താഴെയായി എൻ്റെ തുണി അയച്ചു വെച്ചാൽ അത് നിനക്ക് ക്ഷീണം വരാതെ മുറി പറ്റാതെ ഇരിക്കാൻ സാധിക്കും. അങ്ങനെ അബ്ബാസ് എന്നവരുടെ എളാപ്പയുടെ അഭിപ്രായപ്രകാരം തങ്ങൾ തുണി അയച്ച് തിരികെയാക്കി. അപ്പം തന്നെ തങ്ങൾ വീണു. എൻ്റെ വസ്ത്രം എൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞു. തൊമാറുയ്യ ബാദു ഉരിയാനൻ, അബ്ബാസ് എന്നവരും തങ്ങളും മാത്രമുണ്ടായിരുന്ന സദസ്സിൽ അതിന് പിന്നാലെ ഒരാളും ഉരിയാനായി വസ്ത്രമില്ലാതെ തങ്ങളെ കണ്ടില്ല. അല്ലാഹു കാത്തു നർത്തം. കളി കാണാൻ വേണ്ടി രണ്ടാമത്തെ ഒരു സംഭവം ബുഖാരിയിൽ പറഞ്ഞിട്ടുണ്ട്. കളി കാണാൻ തങ്ങളെ ആളുകൾ ക്ഷണിച്ചു കൊണ്ടുപോയി അവരടിയിലുണ്ടാകുന്ന ഒരു കളി. പക്ഷെ ആ കളി സ്ഥലത്തെത്തിയ ആ സന്ദർഭം തന്നെ ഷഫീഉനാ റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു ഉറക്കം ഇട്ടുകൊടുത്തു. ഒരു സംഗതിയും തങ്ങൾ അറിഞ്ഞില്ല, കണ്ടില്ല. ഫമാ ഐഖലനി ഇല്ലാ ഹർറു ശംസ്, സൂര്യൻ്റെ ചൂട്, സൂര്യൻ ഉദിച്ച് ചൂടായപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഉണർന്നത് എന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. കളി കാണാൻ പോയിട്ട് ഒരു കളിയും തങ്ങൾ കണ്ടില്ല. ഹറാമായ കളിയെന്നോ ഹലാലെന്നോ ഒന്നും പറയാൻ പറ്റില്ല. കളി കാണുക എന്നുള്ളതിൽ നിന്ന് അള്ളാഹു തങ്ങളെ കാത്തുരക്ഷിച്ചു. ഇങ്ങനെ അമ്പിയാക്കന്മാരെ, എല്ലാ അമ്പിയാക്കന്മാരെയും അള്ളാഹു കാത്തിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ നമുക്കറിയാം. ചെറുപ്പത്തിലും വലുപ്പത്തിലും ചെറുതും വലുതുമായ ഒരു ദോഷവും വരാതെ അള്ളാഹു കാത്തു സൂക്ഷിക്കുന്നവരാണ് അമ്പിയാക്കന്മാർ. വബിഹി അഖൂലു വകാന മദ്ഹബ വാലിദി റഫഅൻ ലിറുത്ബതിഹിം അനിൻ നുഖ്സാനി വല്ലശരിയു ഇമാമുനാ ലാകിന്നനാ ബിദാ നുഖാലിഫുഹു ബികുല്ലി ലിസാനി. അമ്പിയാക്കന്മാരടുക്കുന്ന ചെറുപ്പത്തിലും നുബുവത്തിന് മുമ്പും ശേഷവും ഒരു തെറ്റും ചെയ്യുകയില്ല എന്നതാണ് നമ്മുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഭിപ്രായം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ നിലക്ക് അല്ലാഹു തആല സംരക്ഷിച്ചു വന്നിട്ടുള്ള മനുഷ്യന്മാർ
അവരുടെ കൂടെണ്ടായിരുന്ന റസൂലുള്ളാഹിൻ്റെ കൂടെണ്ടായിരുന്ന 1,00,000 സഹാബിമാർ, 1.25 ലക്ഷം സഹാബിമാർ, ആ സഹാബിമാർ മദീനത്ത് നിൽക്കാൻ താല്പര്യപ്പെട്ടില്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹിനെ വിട്ടേച്ച് പോയതല്ല, മദീനം ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. ഫല്യുബല്ലിഗി ഷാഹിദുൽ ഗായിബ്, ഇവിടെയുള്ളവർ ഇല്ലാത്തവർക്ക് ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കണം. അതിന് പുറപ്പെട്ടവർ. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ഇവിടെ എത്തി. അദ്ദേഹത്തിൻ്റെ മുമ്പും നമ്മുടെ നാട്ടിൽ തമീമുദ്ദാരി വന്നിട്ടുണ്ടെന്നാണ് പറയണത്. കാസർഗോഡല്ല, കോഴിക്കോട്. അദ്ദേഹം സഹാബിന്ന് മാത്രമല്ല ബദറിൽ പങ്കെടുത്ത ഒരാളും കൂടിയാണ്. കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ മക്കം, കടപ്പുറത്ത് കൊയിലാണ്ടി. അപ്പുറത്തും ഇപ്പുറത്തും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും സഹാബിമാർ. ഇവരാണ് നമുക്ക് ഈ മുസ്തഖീമായ വഴി ഇന്നതാണ് എന്ന് കാണിച്ചു തന്നത്. ആ വഴിയിൽ കൂടി പോരാനാണ്, അതിൻ്റെ പണിയാണ് നമ്മൾ എടുക്കുന്നത്. ആ നിലക്കുള്ള പൈതൃകം കാത്തു സൂക്ഷിക്കാനാണ് സുന്നീവന സംഘം ആഹ്വാനം ചെയ്യുന്നത്. ഇത് സുന്നീവന സംഘമോ അല്ലെങ്കിൽ സമസ്തയോ പറയുന്നതല്ല. സഹാബത്തിൻ്റെ കാലം തൊട്ട് ഇന്ന് വരെ 15 നൂറ്റാണ്ട് കാലത്തെ പൈതൃകം. അതിൻ്റെ വലിയൊരു പരിപാടിയാണ് ഇപ്പോൾ കാസർഗോഡ് വെച്ച് നടക്കാൻ പോകുന്നത്. നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും അതിൽ പങ്കെടുക്കണം. ഈ സമ്മേളനത്തോടു കൂടി കേരളത്തിൻ്റെ അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെ ഒരു ജാഥ നടത്തിയ ജാഥ അതിൻ്റെ പുറത്ത് തിരിച്ചും മറിച്ചും തിരിച്ചും കാസർഗോഡ് എത്രയോ ജാഥകൾ നടത്തി. ജനങ്ങൾക്ക് എന്താണ് ഈ മാർഗം എന്ന് ശരിക്കാണ് മനസ്സിലായി. അങ്ങനെ മനസ്സിലാത്തക്ക നിലയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, കാസർഗോഡിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കൽ ജമിയത്തുൽ മുഅല്ലിമാണെങ്കിൽ, പിന്നെ സുന്നീവന സംഘമാണെങ്കിൽ, പിന്നെ SKSF ആണെങ്കിൽ, അങ്ങനെ മാറി മറിച്ചൂർച്ച എന്ന് പറയും നമ്മളവിടെ. ഒരിക്കൽ കന്നൂട്ടുക, പിന്നെയും പൂട്ടുക, പിന്നെ ഊരുക, പിന്നെ രണ്ടാമത് മറിച്ചു. ഇങ്ങനെയൊക്കെ പാടാകുമ്പോഴത്തുണ്ട് നിലം ഭൂമി നനിയാനാവുന്ന മലപ്പുറം ഭാഷ എന്നതുപോലെ മനുഷ്യൻ്റെ കാൽവ് മുഴുവനും എന്താണ് ഈ കാണുന്ന നമ്മുടെ പാരമ്പര്യം എന്താണ്, നമ്മുടെ പൈതൃകം എന്താണെന്ന് സകല ആൾക്കും തിരിഞ്ഞു. അതാ നമുക്ക് ഇവിടെ കഴിഞ്ഞ് വരാൻ പോണ യോഗം സമ്മേളനം വേറെ. ഇപ്പോൾ സകല സ്ഥലത്തും പറഞ്ഞത് തിരിഞ്ഞു എന്നർത്ഥം. അതാണ് റസൂലുള്ള പറഞ്ഞ നേരായ മാർഗം ഇതാണ്. ഫത്തബിയു, അയിമ പിടിച്ചോളി. വലാ തത്തബിയു സുബുല, വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്, അയിമ കൂടി പോണ്ട. അങ്ങനെ പോയാൽ നിങ്ങൾ ചിന്ന ഭിന്നമാകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇത് കാണിച്ചു കൊടുക്കാൻ ആ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സംഘടന ഉണ്ടാക്കിയത് അനിവാര്യമായ ഘട്ടത്തിൽ. അതിനു മുമ്പ് നമ്മൾക്ക് സംഘടനൻ്റെ ആവശ്യമില്ല. സഹാബത്തിൻ്റെ മാതൃക അങ്ങനെ തുടർന്ന് വരിക. അതിൻ്റെ ഇടയിൽ കൂടി ചില ആൾക്കാർ വില്ലഞ്ച് കളിച്ചു, വിലങ്ങിനോടിയപ്പോൾ ഒല തടുക്കാൻ ഞാൻ ഒറ്റക്ക് മതിയാവില്ല, സമസ്ത ഒരുപാട് പണ്ഡിതന്മാർ കൂടണം. അങ്ങനെ കുറേ പണ്ഡിതന്മാർ കൂടി, 40 പണ്ഡിതന്മാർ. അവർ തുടങ്ങി വെച്ചതാണ്. തുടങ്ങിയിട്ട് മദ്രസ ഉണ്ടാക്കി അതിൽ നോക്കിയിട്ട് ആ മദ്രസൻ്റെ പണി ഇതുവരെ അവസാനിച്ചിട്ടില്ലല്ലോ. കഴിഞ്ഞ യോഗത്തിലും മദ്രസ എത്രയും അംഗീകരിച്ച് ഓരോ യോഗത്തിലും വിദ്യാഭ്യാസ ബോർഡ് യോഗത്തിൽ 8, 10, 15, 20 മദ്രസകൾ. ഇപ്പോൾ വന്നെത്തി 9400ഓളം മദ്രസകളായി. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഇന്തോനേഷ്യയിൽ അവർക്കിത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഏറ്റവും ഇസ്ലാമിക പ്രവർത്തനമുണ്ടെന്ന് പറയപ്പെടുന്ന അറേബ്യ രാജ്യങ്ങളിൽ ഇത് ചെയ്യാൻ കഴിഞ്ഞില്ല. അറബേതര ഇസ്ലാമിക രാജ്യങ്ങളിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മുടെ നാട്ടിൽ നമ്മുടെ പണ്ഡിതന്മാരും ഉലമാക്കളും ഉമറാക്കളും 2 കൂട്ടരും കൂടിയിട്ട് അതിനൊക്കെ സംഘടന നമുക്ക്. ഇതൊക്കെ ഒരാൾ ഇങ്ങനെ പോയാൽ, ഈ വലിയിൽ നിന്ന് പോയാൽ അടുത്ത വലിയിൽ കൊടുക്കണം. സുന്നീവന സംഘത്തിൻ്റെ വലി കുടുങ്ങിയില്ലെങ്കിൽ ഫെഡറേഷൻ്റെ വലി കൂടും. അതിലെത്താത്ത ആൾക്കാരാണെങ്കിൽ, അതിലെത്താത്ത ആൾക്കാരാണെങ്കിൽ SKSFൽ കൂടണം. ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരാളും ഒഴിഞ്ഞു പോകരുത് എന്ന നിലയിൽ നമുക്ക് എംപ്ലോയീസിന് സംഘടനയായി, യുവജനങ്ങൾക്ക് സംഘടനയായി, വിദ്യാർത്ഥികൾക്കായി, ഇനി എന്തൊക്കെ വേണ്ടത് ഇനി പറയത്തൊക്കെ ഉണ്ട്. പത്രങ്ങളായി, എത്ര പത്രങ്ങൾ, സുന്നി അഫ്കാറായി, അൽ മുഅല്ലിമായി. ഇതിൽ മുഴുവനും പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ആയത്തിൻ്റെ ചുരുക്കം വിശദീകരിക്കൽ. ഹവാന്നഹാദാ സിറാത്തി, ഇതാണ് എൻ്റെ മാർഗം. അത് നേരായ വഴിയാണ്. ആ വഴിയിൽ കൂടി തന്നെ നിങ്ങൾ പോയിക്കൊള്ളണം എന്നതാണ്. അത് പഠിപ്പിച്ചു കേരളത്തിലെ മക്കളെ മുഴുവനും. ഇനി നമുക്ക് അടുത്ത് വേറെ സ്ഥലത്തേക്ക് നോക്കണം. ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഒരു പ്രഖ്യാപനം, ഒരു മഹാസമുദ്രം വന്നു ചേരുന്നു.
അവരൊക്കെ പാടെ കൂടി ദുആ ചെയ്താൽ 40 ആളുണ്ടെങ്കിൽ ഒരു വലിയ, അപ്പോൾ 10 ലക്ഷം ഉണ്ടെങ്കിലോ 15 ലക്ഷം ഉണ്ടെങ്കിലോ എത്ര ആലിമീങ്ങളുണ്ടാവും, എത്ര ഔലിയാക്കന്മാരുണ്ടാവും ദുആക്ക് ഇജാബത്തുള്ള. ആ ദുആയിൽ നിങ്ങൾ പങ്കെടുക്കണം. മുഅ്മിനീങ്ങളുടെ ദുആയിൽ പങ്കെടുക്കുക എന്നുള്ളത്, സാലിഹീങ്ങളുടെ ദുആയിൽ പങ്കെടുക്കുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. ഹജ്ജിൻ്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായത് അതാണ്. ഏറ്റവും പ്രധാനമായ അമൽ വെള്ളിയാഴ്ച ദിവസം നടത്തി വരാറുള്ള ദുആയിൽ ഖുതുബൻ്റെ അവസാനം അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത്. ഇതാണ് ദുആ, മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ. ആ ദുആ അല്ലെങ്കിൽ ഖുതുബല്ലെങ്കിൽ നിസ്കാരമല്ല, ജുമുഅല്ല. അതേതാ മുഅ്മിനീങ്ങൾ? കർണാടകയിലെ മുഅ്മിനോ, കാസർഗോഡ് മൂമിനോ അല്ല, ലോകത്തുള്ള അമേരിക്കയിലുള്ള, റഷ്യയിലുള്ള, ജാപ്പാനിലുള്ള, മലേഷ്യയിലുള്ള, ഇന്തോനേഷ്യയിലുള്ള, ഇനി ഏതൊക്കെ രാജ്യങ്ങളാ, പടിഞ്ഞാറും തെക്കും കിഴക്കും വടക്കും അഷ്ടദിക്കിലുള്ള സകല മൂമിനീങ്ങൾക്കും വേണ്ടിയുള്ള ദുആ. ആ ദുആ വളരെ പ്രധാനമാണ്. ഇബാദത്തുകളിൽ ഹജ്ജിലാണെങ്കിലും ആ ദുആ ഉണ്ട്, ജുമാക്കും ആ ദുആ ഉണ്ട്. അതുപോലത്തെ ഒരു ദുആ നമുക്ക് നടത്താനുണ്ട്. എല്ലാത്തിലും ദുആ ഉണ്ട്. ഈ ദുആയിൽ നടക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഖൈർ നൽകുമാറാവട്ടെ, വിജയം നൽകുമാറാവട്ടെ. ആഫത്തുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ നമ്മുടെ സമ്മേളനത്തെ വിജയിപ്പിക്കണം, അതിൽ പങ്കെടുക്കണം, അതിൻ്റെ ദുആയിൽ കൂടണം, അതിൻ്റെ വിജയത്തിന് പ്രവർത്തിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു സാധിപ്പിച്ചു തരുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ വരക്കൽ മുല്ലക്കോയ തങ്ങളും അവர்களுം അനുചരന്മാരും വളരെ കാലഘട്ടത്തോളം ആലോചിച്ച് അവസാനം രൂപം നൽകിയ ഒരു സംവിധാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രാവശ്യം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുദ്ദിസ സിർറുഹു അവർകൾ വിശേഷിപ്പിച്ചത് സമസ്ത ഒരു സംഘടന അല്ല. പിന്നെ സമസ്തയുടെ രൂപം എങ്ങനെയാണെന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ദീവാനുസ് സാലിഹീൻ എങ്ങനെയാണോ സംവിധാനിച്ചിട്ടുള്ളത്, അതുപോലെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ചരിത്രങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ കയ്യിൽ ഇസ്ലാം മതം വിശ്വസിച്ച ചെറിയ മുഹമ്മദ് എന്നവർ ഉയർന്നുയർന്ന് ആത്മീയ ലോകത്ത് റിജാലുൽ ഗൈബിന്റെ കൂട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഒരവസരത്തിൽ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവർകൾ കഅബയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ആകാശത്തിലൂടെ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് ളുഹർ നിസ്കരിച്ചിട്ട് ആകാശത്തിലൂടെ പറന്നിങ്ങോട്ട് വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അനുവാദം വാങ്ങിയതിന് ശേഷമാണ് സമസ്ത എന്ന ഈ മഹാപ്രസ്ഥാനത്തിന് വരക്കൽ മുല്ലക്കോയ തങ്ങളും അവിടുത്തെ അനുചരന്മാരും രൂപം നൽകിയിട്ടുള്ളത്. അതായത് ദീവാനുസ് സാലിഹീനിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ. ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ ഇബ്രീസിൽ പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഹാഫിദ് അഹ്മദ് ബിൻ മുബാറക് റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു. ഒരു നാട്ടിൽ ഒരാൾ വലിയ ഷെയ്ഖാണെന്ന് പ്രസിദ്ധനായി. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പല ആളുകളും ഈ കള്ള ഷെയ്ഖിൻ്റെ അടുക്കലേക്ക് വന്ന് തരീഖത്തുകൾ സ്വീകരിച്ച് സായുജ്യമടയുന്ന ഒരു സ്ഥിതിവിശേഷം. ഈ സമയത്ത് ഒരു നാട്ടിലൊരു പാവപ്പെട്ട ഒരു മനുഷ്യൻ എന്നും അതായത് തൗബ ചെയ്ത് മടങ്ങി അള്ളാഹുവിൻ്റെ വഴിയിൽ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആ വ്യക്തി ഉള്ളതെല്ലാം പെറുക്കി വിറ്റിട്ട് ഒരു ഭാണ്ഡത്തിലാക്കി അവസാനം ആ ഷെയ്ഖിന്റെ അടുക്കലേക്ക് യാത്രയായി അള്ളാഹുവിലേക്ക് മടങ്ങാൻ. ആ ഷെയ്ഖിന്റെ ഖാദിമിന്റെ പേരും അബ്ദുറഹീം എന്നായിരുന്നു.
ഇവിടെ ഈ പോകുന്ന വ്യക്തിയുടെ പേരും അബ്ദുറഹീം എന്നായിരുന്നു. ഈ ആള് പോയി ആ ഷെയ്ഖിന്റെ വീടിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ തന്നെ അകത്ത് നിന്നിട്ട് വിളി, യാ അബ്ദുറഹീം താൽ, അബ്ദുറഹീമേ ഇവിടെ വാ. ഇത് കേൾക്കേണ്ട താമസം ഈ പോയ വ്യക്തിക്ക് അല്ലാഹ് ആ അനുഭൂതിയെ എങ്ങനെ ഏൽക്കണമെന്ന് മനസ്സിലാകാത്ത ഒരവസ്ഥയിൽ. അപ്പോൾ ഇയാൾ ഒന്നും വേണ്ട, ഞാൻ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ എന്നെ ഷെയ്ഖ് പേര് പറഞ്ഞു വിളിച്ചല്ലോ എന്നുള്ള ആ സന്തോഷത്തിൽ അയാൾ അകത്തേക്ക് ഇങ്ങനെ പോയപ്പോ ആ മനുഷ്യൻ ഒരു സ്ത്രീയുമായിട്ട് കാമലേളിയിലായിരുന്നു. ലൈംഗികമായ വീഴ്ച നടത്തിക്കൊണ്ടിരുന്ന അവസരമാണ്. ഈ വന്ന ആളെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിയെങ്കിലും എന്താ, അപ്പോൾ ഈ വന്നയാള് പറഞ്ഞു, ഞാൻ തന്നെയാണ് അബ്ദുറഹീം. എന്തേ വന്നത്? ഞാൻ വന്നത് അള്ളാഹുവിലേക്ക് മടങ്ങാൻ അങ്ങയുടെ കയ്യിൽ. അപ്പൊ ഈ കണ്ടതിനെ ഒന്നും അയാൾ കണ്ണിനെ വിശ്വസിച്ചില്ല സ്വന്തം. അയാൾ അയാൾ മനസ്സിൽ കരുതിയത് എന്നെ ഷെയ്ഖ് പരിശോധിക്കുകയാണ് എന്ന് കരുതി. അപ്പൊ ആ ഷെയ്ഖ് ചോദിച്ചു, ആ കെട്ടിലെന്താണ്? അത് ഞാൻ എൻ്റെ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി അങ്ങ് ഇവിടെ വന്നതാണ്. ഇന്ന് ഇത് എവിടെ വെച്ചോ? എന്നാൽ കാണുന്ന തോട്ടമുണ്ടല്ലോ, അതിൽ പോയി പണിയെടുത്തോ. ആ തോട്ടത്തിൽ പോയി നീ പണിയെടുത്തോ എന്ന് പറഞ്ഞ ആ നിമിഷം ആ മനുഷ്യൻ ആ തോട്ടത്തിലേക്ക് ഇറങ്ങി. എപ്പോഴും പണിയെടുത്ത് അധ്വാനിച്ച് കാരണം ഇത് ഷെയ്ഖിന്റെ കൽപ്പനയാണ് എന്ന് കരുതി അധ്വാനിച്ച് പരിശ്രമിച്ച് ഒരു സ്വർഗ പൂങ്കാവനം പോലെ ആ തോട്ടത്തെ ആക്കി തീർത്ത്. അങ്ങനെ കാലം കുറെ കഴിഞ്ഞു. ആ കാലഘട്ടത്തിൽ ആ സമയത്ത് ഖുതുബ് മരിക്കാൻ വേണ്ടി പോവുകയാണ്. ദീവാനുസ് സാലിഹീനിലെ ഇലക്ഷൻ ആളുകളെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കിയിട്ട് അതേ രൂപം സ്വീകരിച്ച വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും അനുചരന്മാരുടെയും പ്രവർത്തന മഹത്വവും സമസ്തയുടെ മഹത്വവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവം പറയുന്നത്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഖുതുബ് മരിക്കാൻ പോവുകയാണ്. ആ സമയത്ത് മറ്റുള്ള ഔലിയാക്കളെല്ലാം ദിവാനുസ് സാലിഹീൻ എന്ന് പറഞ്ഞാൽ 313 അതല്ലെങ്കിൽ അധികമോ കൂടുതലോ മെമ്പർമാരുള്ള ഗൗസും അഖ്താബുകളും നുജബാഉകളും അബ്ദാലുകളും അതേ പ്രകാരം തന്നെ നുഖബാഉകളും അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഔലിയാക്കന്മാരുണ്ടാക്കപ്പെടുന്ന ഒരു സദസ്സാണ്. ഈ സദസ്സിൽ ഖുതുബ് മരിക്കാൻ പോവുകയാണ്. ആ സമയത്ത് ബാക്കിയുള്ള ഔലിയാക്കളെല്ലാം വന്നിട്ട് ചോദിക്കുന്നു, അല്ല, നിങ്ങളുടെ സിറ് വെക്കാൻ ഒരാളെ നിങ്ങൾ കണ്ടെത്തിയില്ലല്ലോ, വരട്ടെ എന്ന് പറഞ്ഞ് അവസാനം റൂഹ് പോകാനാകുന്ന ടൈമിൽ ആ ഖുതുബ് മറ്റുള്ള ഔലിയാക്കളോട് പറയുന്നു, നിങ്ങളത് ആ തോട്ടം കാണുന്നില്ലേ? ആ തോട്ടത്തിൽ ഒരു മനുഷ്യനെ കാണുന്നില്ലേ? ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇതൊക്കെ നോക്ക്. ആ മനുഷ്യന്റെ ഹൃദയം പോലെ ശുദ്ധമായ നിഷ്കളങ്കമായ ഇഖ്ലാസാൽ നിറക്കപ്പെട്ട ഒരു മനസ്സ് ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്. എന്നിട്ട് അപ്പോൾ അവർ പറഞ്ഞു, അതുപോലുള്ള ഒരു മനസ്സ് ലോകത്ത് ഇപ്പോൾ ദീവാനുസ് സാലിഹീന്റെ അകത്തല്ലാതെ പുറത്തെവിടെയും കാണാനില്ല എന്ന് ഔലിയാക്കൾ പറഞ്ഞപ്പോൾ ആ ഖുതുബ് പറഞ്ഞു, ഇതാ എന്റെ സിറെടുത്ത് ആ മനസ്സിൽ ഞാൻ വെച്ചിരിക്കുന്നു. ആ സമയത്ത് തന്നെ ആ തോട്ടത്തിൽ പണിയെടുത്തിരുന്ന ആൾക്ക് ഫത്ഹായി, എല്ലാ കാര്യങ്ങളും മനസ്സിലായി, ഈ കള്ള ഷേഖിന്റെ കള്ളത്തരവും മനസ്സിലായി എന്ന്. ഇതുപോലെയാണ് അങ്ങനെ അന്ന് മുതൽ അതായത് ആ ദീവാനുസ് സാലിഹീലെ ഒരു മെമ്പറായി അയാളെ നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ഇതേ അതായത് ദീവാനുസ് സാലിഹീനോട് മുഷാവറ ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സമ്മതം ചോദിച്ചിട്ട് സ്ഥാപിതമായ സമസ്ത കേരളയിലും ജമിഅത്തുൽ ഉലമായുടെയും മുഷൂറ മെമ്പർമാരെ ഇതേ രൂപ
രൂപത്തിൽ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് സഹോദരന്മാരെ. ഈ മാതൃക ഉപയോഗിച്ചിട്ട് ആ സമയത്ത് അവർ കൂടിയിരുന്ന ആ സമയത്ത് അന്ന് ഈ കേരളത്തിൽ ഉണ്ടായിരുന്ന ദിക്കുകളെല്ലാം നോക്കിയിട്ട് പറ്റിയ ആളുകൾ ആരാണെന്ന് ഓരോന്നായി തെരഞ്ഞെടുത്ത് 40 മെമ്പർമാരെ പൂർത്തീകരിച്ചു കൊണ്ടിട്ട് രൂപം നൽകപ്പെട്ട ഈ മഹാപ്രസ്ഥാനം ദീവാനു സാലിഹീനോട് സാദൃശ്യമായ പ്രസ്ഥാനമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമ, ഈ കേരളം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് 1951-ലാണ്. കേരളം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് 1951. എന്നാലോ സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമ സ്ഥാപിതമായിട്ടുള്ളത് 1926-ലാണ്. 1926-ൽ കേരളം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരുന്ന മേഖലകൾ മുഴുവനും ഉദ്ദേശിച്ചുകൊണ്ട് ആണ് സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ ബീജാപം നൽകപ്പെട്ടിട്ടുള്ളത്. സഹോദരന്മാരെ, ആ കേരളത്തിനെയാണ് നമ്മൾ സമസ്ത എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കേണ്ടത്. ഈ മഞ്ചേശ്വരം തൊട്ട് അതേപോലെ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന കൊച്ചു കേരളത്തെ മാത്രമല്ല, അന്ന് കേരളം എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ ഏരിയ മുഴുവനും കേരളം എന്ന പദത്തിന് താഴെ വന്നിരുന്നു. അതാണ് ഉദ്ദേശം. സഹോദരന്മാര്, അതിന്ന് വ്യാപിച്ച് ലോകത്തിൽ ഒതുങ്ങാത്ത രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ ദീവാനു സാലിഹീന്റെ ആ രൂപത്തിൽ തന്നെ രൂപം നൽകിയ ആ മഹാപ്രസ്ഥാനം അന്നെങ്ങനെ തെരഞ്ഞെടുത്തിരുന്നോ ഇന്നും അതേ സ്വഭാവത്തിൽ തന്നെ നിലകൊണ്ടുപോകുന്നു. സഹോദരന്മാര്, ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അന്ന് വരക്കൽ മുല്ലക്കോയത്തങ്ങളും അനുചരന്മാരും ആളുകളെ ഓരോരുത്തർ നിന്ന് പെറുക്കിയെടുത്തുകൊണ്ട് ഇതിനെ സജ്ജമാക്കിയ അതേ പാരമ്പര്യത്തിൽ പൈതൃകത്തിലൂടെ തന്നെ ഈ നിമിഷം വരേക്കും സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു വ്യത്യാസവുമില്ല. അപ്പോൾ അതിൽ നിന്ന് പുറത്തുപോയവരും അതിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരും ദീവാനു സാലിഹീൻ നിന്ന് പുറത്തുപോയവരെ പോലെയാണ്, ദീവാനു സാലിഹീൻ നിന്ന് പുറത്താക്കപ്പെട്ടവരെ പോലെയാണ് എന്ന് നിങ്ങൾക്ക് ഇന്നിപ്പോൾ മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ടാകും. ദീവാനു സാലിഹീൻ നിന്ന് പുറത്താക്കപ്പെട്ടവർ, അവരുടെ അവസ്ഥ ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല, അത്രമാത്രം ഭയാനകമാണ്. വലിയ ഒരു ദീവാനിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആൾ തന്നെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അയാൾ. എന്നാൽ ഈ സമസ്ത കേരള അന്ന് തൊട്ട് ജബ്ബാർ മുസ്ലിയാർ അവർകൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ, അതായത് മുസ്ലിം മുഅ്മിനീങ്ങളുടെ വിശ്വാസത്തെ കാത്തു സംരക്ഷിച്ച ഒരു മഹാപ്രസ്ഥാനമാണ് സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമ എന്നുള്ളത്. എന്നാലോ ഇന്ന് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്തയുടെ ഹഖ് വെളിവാകാൻ വേണ്ടി, അതായത് ആർക്ക് ഇതുവരെ മനസ്സിലാക്കാത്ത ആരുണ്ടെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ദീനിനെ സംരക്ഷിക്കുന്ന മഹാപ്രസ്ഥാനം ഇത് മാത്രമാണ് എന്ന് വ്യക്തമാക്കത്തക്ക രൂപത്തിലുള്ള ഒരു ദൃഷ്ടാന്തം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ച് തന്നിട്ടുണ്ട്. സഹോദരന്മാരെ, ഇതിലൂടെ മാറ്റുരച്ചു നോക്കിയാൽ ഏതാണ് ഹഖ്, ഏതാണ് സത്യം എന്ന് അല്പബുദ്ധികൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഒരു പാത്രത്തിന്റെ കഥ നിങ്ങൾ കേട്ടില്ലേ? ഒരു പാത്രത്തിന്റെ കഥ നിങ്ങൾ കേട്ടില്ലേ? അതിന് ക്യാമറയിലെടുത്ത ഫോട്ടോ ഞാൻ കണ്ടു. അതിനെ വലുതാക്കി നോക്കുമ്പോൾ അതിൻ്റെ ബാക്കിലുള്ളത് ദാവൂദി നക്ഷത്രമാണ്. ദാവൂദി നക്ഷത്രം ഡേവിഡ് സ്റ്റാർ, ഇസ്രായേലിന്റെ ചിഹ്നമാണത്. ജൂതന്മാരുടെ ചിഹ്നമാണ് ദാവൂദി സ്റ്റാർ എന്ന് പറഞ്ഞാൽ. ദാവൂദി നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണം മേലോട്ടും ഒരു ത്രികോണം താഴോട്ടും വെച്ചാൽ ഒരു മുസദ്ദസ്, അതായത് 6 കോണുള്ള നക്ഷത്രം വരും. 6 കോണുള്ള നക്ഷത്രം വരും. ഇതാണ് ജൂതന്മാരുടെ വലിയ ഷിആർ, ഈ ദാവൂദി നക്ഷത്രം. ആ ദാവൂദി നക്ഷത്രം
ഈ പാത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കീഴിൽ ഏത് കണ്ണുള്ളവനുക്കും കാണാൻ കഴിയുന്നതാണ്. മാത്രമല്ല അതിൽ കൊത്തിയിരിക്കുന്ന ലിപികളാണെങ്കിലോ എഴുത്തുകളാണെങ്കിലോ അത്യാധുനിക ലിപികളാണ്. ഈ പുള്ളിയും കുത്തും അതേപ്രകാരം ഈ ആലങ്കാരികമായ ഉപകാരവും ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഏത് പാത്രത്തിൽ എവിടെയാണ് കൊത്തിവെക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. എന്ന് മാത്രമല്ല താടി രോമം എത്രയാണ് നിറച്ചതെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള നബി സഹാബാക്കൾ ഈ ദാവൂദി നക്ഷത്രത്തിന്റെ ജൂത നക്ഷത്രത്തിന്റെ അടയാളമുള്ള ഈ പാത്രം ഉണ്ടായിരുന്നെങ്കിൽ രേഖപ്പെടുത്തുമായില്ലേ? എന്നാലും അവിടെ അവർ പറയുന്നത് ഇതൊക്കെ പറഞ്ഞിട്ട് അവർ വിളിച്ചു പോകുന്നു ഇതാ നബിൻ്റെതാണെന്ന് പറഞ്ഞാൽ അത് പിന്നെ അതിനെപ്പറ്റി നിഷേധിക്കാൻ പറ്റുകയില്ല, അത്രയേ ഉള്ളൂ നമുക്ക് നോക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് കരയുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, സഹോദരാ, അത് വെറും തട്ടിപ്പാണ് എന്ന് മനസ്സിലായി പോയാൽ, അറിഞ്ഞു പോയാൽ എന്ത് ചെയ്യണമെന്ന് അവർ തന്നെ പറഞ്ഞു തരട്ടെ സഹോദരന്മാരെ. എന്ന് മാത്രമല്ല മുടിയുടെ കാര്യം, മുടിയാണെങ്കിൽ ഹൈദരാബാദിലേക്ക് അയച്ച് അതിനെ ലബോറട്ടറിയിൽ പരിശോധിച്ചിട്ട് അതിന്റെ DNA എടുത്ത് പരിശോധിച്ചിട്ട് അത് ആരുടെ മുടിയാണെന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട് സഹോദരന്മാരെ. അപ്പൊ ഇവിടെ ഒരു കാര്യം നോക്കണം, നിങ്ങൾ ഒരു കാര്യം വളരെ ശ്രദ്ധാപൂർവം ചേർന്ന് നോക്കണം. ഇതിവിടെ ഞാൻ ഇപ്പൊ പറയുന്നത് എന്താണ്, ഇതെന്റെ കടമ എന്ന് പറഞ്ഞ് ഇതുപോലുള്ള ഒരു തട്ടിപ്പിൽ ഉമ്മത്ത് മുസ്ലിമ പെട്ടുപോകുന്നതിനെ കാത്തു നിൽക്കുക എന്നുള്ള കടമയാണ് പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ആ കടമ ആര് നിർവഹിക്കാതെ ഏത് പണ്ഡിതനാണെന്ന് പറഞ്ഞാലും അവനെ പണ്ഡിതനാണെന്ന് അംഗീകരിക്കാൻ പാടില്ല സഹോദരന്മാരെ. കാരണം പലപ്പോഴും സംസാരിക്കുമ്പോൾ പലരും നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്ക് സഹോദരന്മാരെ, ഇത് എത്ര എങ്ങേയറ്റത്തെ കടുങ്കയാണ് ഈ ചെയ്യുന്നതെന്ന് ആലോചിച്ചു നോക്ക്. എന്നിട്ട് മൗനം ദീക്ഷിച്ചു കൊണ്ടിട്ട് അതിനെ അംഗീകരിക്കുന്നവനെ ഇസ്ലാമിന്റെ സംരക്ഷകനായ ഒരു പണ്ഡിത സഭയുടെ ശൂറ മെമ്പർ എന്ന് വിശേഷിക്കാവോ സഹോദര? അതിനെ ശൂറ എന്ന് വിശേഷിക്കാവോ? ഒരിക്കലും സാധ്യമല്ല സഹോദരന്മാരെ. അതുകൊണ്ട് വ്യക്തമായിട്ട് ഇനി ആരും നമ്മുടെ മുമ്പിൽ ഈ വാക്യവുമായിട്ട് വരരുത്. ആ കൂട്ടത്തിലും പണ്ഡിതന്മാര് ഉണ്ടല്ലോ എന്ന് എങ്ങനെ തന്നെ ഒരാൾ വന്നിട്ട് എന്നോട് സംസാരിച്ചു. അതിലും ഇല്ലേ പോലത്തെ പണ്ഡിതന്മാരിൽ ഉസ്താദേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ കഥയും പറഞ്ഞിട്ട് ഇത് പറയണമെന്നാ പറയണ്ടെന്നാ നിങ്ങൾ പറയുന്നത്? അത് പറയാം. ഇത് പറയാണ്ട് കയ്യില്ല എന്നാ പിന്നെ ഇത് പറയാതിരിക്കുന്ന ആ ആളെ പറ്റി നിങ്ങൾ എന്താണ് അഭിപ്രായം? അപ്പൊ അയാളൊന്നും ഹൈറാനായി. അപ്പൊ ഇത് ഒന്നാമത്തെ ലക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള ദൃഷ്ടാന്തമാണ്. കാര്യം മനസ്സിലാക്കിക്കോ. യഥാർത്ഥത്തിൽ അത് അവിടെ സുലൈമാൻ മൊയ്ലാർ ഉണ്ടായാലും MA മൊയ്ലാർ ഉണ്ടായാലും പൊന്മള ഉണ്ടായാലും അതുപോലെ മറ്റുള്ള ഏതെല്ലാം മൊയ്ലാന്മാരുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്ന അവരെ ഒന്നും ഈ സത്യം വെട്ടിത്തുറന്ന് പറയാനുള്ള ആത്മധൈര്യം അവർക്കില്ലെങ്കിൽ അവരെ ഒറ്റ ഒന്നിനെയും പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾ എണ്ണിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും കുറ്റക്കാരാണ് സഹോദരന്മാരെ. അള്ളാഹുവിനെ തന്നെയാണ് സത്യം. അവരെ ഇത്രമാത്രം വലിയ കാര്യം ചെയ്യുന്നവരെ ഒരിക്കലും പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ എണ്ണാൻ പാടുള്ളതേ അല്ല. ആ ഇടക്കാണ് ഇന്നലെ ഐക്യത്തെ പറ്റിയിട്ട് ഒരാൾ അതിൽ നിന്ന് സംസാരിക്കുന്നത് കേട്ടത്. ഐക്യത്തെ പറ്റിയിട്ട് എതിർക്കുന്നതല്ല. ഐക്യം എന്നുള്ളത് നമ്മുടെ ഫർളാണ്. പക്ഷെ അതിനേക്കാൾ വലിയ ഫർളാണ് ഈമാനിനെ സംരക്ഷിക്കുക എന്നുള്ളത്. ഈമാനിനെ സംരക്ഷിക്കുക എന്നുള്ളത് അതിനേക്കാൾ വലിയ ഫർളാണ്. ഇത് പറയുമ്പോൾ ഈമാനിനെ സംരക്ഷിക്കുമ്പോൾ ആ ഫർള് നിർവഹിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് ഇങ്ങനെയുള്ള നിങ്ങളോട് ഐക്യപ്പെടേണ്ടത് എന്നുകൂടി നിങ്ങൾ പറഞ്ഞതാന്ന് പറയും. എങ്ങനെ ഇന്നലെയാണ് പത്രത്തിൽ പറഞ്ഞത്. അവർ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട MA ഐക്യത്തിന്റെ അധ്യായം അടഞ്ഞു പോയിട്ടില്ല എന്നുള്ളതും, ഐക്യത്തെ ഉദ്ദേശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിലങ്ങു നിൽക്കുന്നത് നമ്മളാണെന്നും അതിൽ പറഞ്ഞതായിട്ട് നമുക്ക് വായിക്കാൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള നിങ്ങളോട്
എങ്ങനെയാണ് ഐക്യത്തിന്റെ സംഭാഷണത്തിന് വരിക എന്നുള്ളത് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുകയില്ലേ സഹോദര? അപ്പോൾ യഥാർത്ഥത്തിൽ ഐക്യം എന്നുള്ളതിന് വേണമെങ്കിൽ ഇത്തരം കോപ്രാട്ടുകളെയും തട്ടിപ്പുകളെയും അത് തട്ടിപ്പാണെന്ന് വ്യക്തമായ ഭാഷയിൽ പ്രഖ്യാപിച്ചു കൊണ്ടിട്ട് മടങ്ങിയാൽ, അതിനെ അപലപിച്ചാൽ, ആ ദിവസം നമ്മൾ ഓരോരുത്തരും ഇനി എങ്ങനെ ഐക്യം എന്നുള്ളതിനെ പറ്റി സംസാരിക്കാനും അതിനെപ്പറ്റി ആലോചിക്കാനും തയ്യാറാണ് സഹോദരന്മാരെ എന്നറിയിക്കാൻ ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. കാരണം അങ്ങനെയുള്ള ഒരു സംരംഭം ദക്ഷിണ കന്നഡയിൽ നിന്നും അതേ പ്രകാരം തന്നെ കാസർഗോഡിൽ നിന്നും ആരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള ദുർബോധം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ അതിനു മുമ്പ് ഇതിനെല്ലാം തള്ളി പറഞ്ഞുകൊണ്ടിട്ട് നിങ്ങൾ ഐക്യത്തിന്റെ സംഭാഷണത്തിന് അർഹതരായുള്ളവരാണെന്ന് തെളിയിച്ചുകൊണ്ട് മുമ്പോട്ട് വാ. ആ സമയം അവ്വൽ മുതൽ ആഖിർ വരെയുള്ള ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് അനുയോജ്യമായ തീരുമാനം എടുക്കാൻ നമ്മെ കൊണ്ട് കഴിയും ബിഇദ്നില്ലാഹി സുബ്ഹാനഹു വ തആല. ആ അർഹതയിലേക്ക് എത്താത്തവരോട് നമുക്ക് എത്താത്ത കാലത്തോളം നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാനില്ല എന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇതാ നിങ്ങളുടെ മുമ്പിൽ ഒരു മഹത്തായ ഒരവസരം വന്നിട്ടിരിക്കുകയാണ്. വാദി തൈബയിൽ വെച്ച് നടക്കുന്ന SYSന്റെ 60ാം വാർഷികം. അത് ഇതിന്റെ ഒരു ദൃഷ്ടാന്തമാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കണം സഹോദരന്മാരെ. മുസ്ലിമീങ്ങൾ മുഴുവനും സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമായുടെ പിന്നിലാണ് എന്നുള്ള ആ മഹാസത്യം ഒന്നുകൂടി ഒരു ദൃഷ്ടാന്തം പോലെ സ്ഥാപിക്കത്തക്ക രൂപത്തിൽ എല്ലാവരും ഒഴുകി വാദി തൈബയിലേക്ക് 14, 15, 16 ദിവസങ്ങളിൽ എത്തണമെന്ന് അപേക്ഷിക്കാനും പറയാനും ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. കാരണം ഇത് ഡെമോക്രസി അതല്ലെങ്കിൽ ജനകീയമായിട്ടാണ് കാര്യം സ്ഥാപിക്കുന്ന കാലം. ആ ജനകീയമായി കൊണ്ട് ഇതിൻ്റെ ഈ സമസ്തയുടെ ജനകീയത ലോകത്തിന്റെ മുമ്പിൽ വ്യക്തമാക്കുന്ന ഒരു മഹാസംഭവമാക്കി നമ്മളെല്ലാവരും തീർക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പടച്ചവനെ, നീ ഫിത്നയെ കാണുന്നവനാണല്ലാ, ഫിത്നാന്റെ ശക്തികളെ അറിയുന്നവനാണല്ലാ, ഫിത്നാന്റെ ശക്തികളെ കെടുത്തിക്കളയണമല്ലാ, ഫിത്നാന്റെ ശക്തികളൊക്കെ തകർത്ത് കളയണം റബ്ബേ. അവരിൽ നിന്ന് എല്ലാ ഖുവത്തുകളും തസറുഫാത്തുകളും നീ സെൽവ് ചെയ്യണം റബ്ബേ. അവരെ നഫ്സിൽ തന്നെ ശുഗലാക്കണമല്ലാ. മരിക്കുന്നത് വരേക്കും ഞങ്ങളെ നിന്റെ ദീനിന്റെ ഖിദ്മത്തിലും ദഅവത്തിലും നിലനിർത്തണമല്ലാ. അതിനുള്ള ശേഷിയും ക്ഷേമശിയും തൗഫീഖും ഞങ്ങൾക്ക് നൽകണം റബ്ബേ. അവസാനം നിന്റെ ലിഖായിൽ മുത്തുനബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അംബിയാ മുർസലീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ, മുഅ്മിനീങ്ങളോടൊപ്പം ഞങ്ങളെയും ചേർക്കണം റബ്ബേ. ഞങ്ങളെ അവരോടൊപ്പം നിന്റെ ലിഖായിൽ ഒരുമിപ്പിക്കണം റഹ്മാനെ. ബിജാഹി ഹബീബിക മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹിൽ അത്ഹാർ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സ്വഹാബത്ത് മുഖേന, താബീങ്ങൾ മുഖേന, താബീങ്ങൾ മുഖേന പരമ്പരാഗതമായി നമുക്ക് ലഭിച്ചിട്ടുള്ള ഇസ്ലാം, ആ ഇസ്ലാമിന്റെ അടിത്തറ തന്നെ അള്ളാഹു ആദരിച്ചതിനെയും ആദരിച്ച വ്യക്തിത്വങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്ന ഈമാനികമായ ഇസ്ലാമിന്റെ ഉസൂല് അടിത്തറ, അതിനെ തകർക്കുവാനും അതിനെ നശിപ്പിക്കുവാനും വേണ്ടി കേരളക്കരയിലും അല്ലാതെയൊക്കെ ബിദ്അത്തിന്റെ ആളുകൾ രംഗത്ത് വന്നപ്പോൾ ഇമാമുകൾ ലോകത്ത് പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾ ശിർക്കും ബിദ്അത്തുമായി മുദ്രയടിച്ചുകൊണ്ട് ബിദഈ സംഘം രംഗത്ത് വന്നപ്പോൾ മഹാന്മാരായ ഔലിയാക്കളാകുന്ന പണ്ഡിതന്മാരും സാദാത്യങ്ങളും അവരെല്ലാവരും കൂടിയാലോചിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ ആധികാരിക പണ്ഡിത സഭയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ.
വിദേഹത്തിന്റെ ആളുകൾ അല്ലാഹുവെ അളീം ചെയ്ത ആദരിച്ചതിനെ നിന്ദിക്കുവാൻ തുടങ്ങി ശിർക്കാരോപണമായി വന്നപ്പോൾ അവർക്കെതിരെ സമസ്ത ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 25 കൊല്ലം മുമ്പ് 921 കാലങ്ങളിൽ വഹാബികൾ കാണിച്ച അതേ സ്വഭാവം 25 കൊല്ലം മുമ്പ് കാന്തപുരം വിഭാഗവും കാണിച്ചപ്പോൾ അവർക്കെതിരെ ശബ്ദിക്കേണ്ടത് ഒരു അനിവാര്യമായ ഒരു വസ്തുതയായി. അല്ലാഹുവിന്റെ ആരിഫീങ്ങളും ഔലിയാക്കളുമാകുന്ന റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹു ആഖിറത്തിലെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഈമാൻ സലാമത്തിലാക്കുമാറാവട്ടെ. ഈ രണ്ട് മഹാന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മഹാന്മാർ ജീവിച്ചുകൊണ്ടിരിക്കെ അവർ സുന്നത്തെ മാത്തിന്റെ ആദർശത്തിൽ നിന്നും വ്യതിചലിച്ചു പോയിട്ടുണ്ടെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കാന്തപുരം വിഭാഗം സമസ്ത എന്ന പേരിൽ ഇവിടെ ഒരു പ്രസ്ഥാനമുണ്ടാക്കി വലിയ കുരുത്തക്കേട് സമ്പാദിച്ചപ്പോൾ കണ്ണിയത്ത് ഉസ്താദിന്റെ മനസ്സറിഞ്ഞ പ്രാർത്ഥന സമസ്തക്കെതിരെ തിരിഞ്ഞവരെ നീ മുഖം കെടുത്തേണമേ എന്ന കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ഇഖ്ലാസോടുകൂടി ആമീൻ ചൊല്ലിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നോരോന്നായി ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിന്റെ മഹാന്മാരാകുന്ന ഔലിയാക്കളോട് കളിച്ചാൽ മൻ അദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ ലോകത്ത് പഠിപ്പിക്കുകയാണ്. എൻ്റെ ഔലിയാക്കളുടെ വിഷയത്തിൽ ഒരാളിനെ ബുദ്ധിമുട്ടാക്കിയാൽ ഫഖദ് ആദംതുഹു ബിൽ ഹർബ് അവനെ കൊണ്ട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന അല്ലാഹുവിന്റെ പ്രഖ്യാപനം ഇവിടെ പുലരുകയാണ്. ആ കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായിക്കൊണ്ടിരിക്കെ ഇ.കെ. ഉസ്താദ് ഉണ്ടായിക്കൊണ്ടിരിക്കെ അഡ്വക്കറ്റ് അരവിന്ദാക്ഷ മേനോന്റെ നിർദ്ദേശപ്രകാരം ഒരു സമസ്ത ഉണ്ടാക്കിയപ്പോ അവസാനം അതാ ലോകത്തിന് നായകൻ മുത്തോളി ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ വരെ ശുദ്ധമായ കളവ് പറഞ്ഞുകൊണ്ട് നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകന്റെ ആ തിരുശേഷിപ്പുകളെ വലിയ ബഹുമാനത്തോടെ സമസ്ത കാണുകയാണ്. സമസ്തയുടെ 10,000-ഓളം വരുന്ന മദ്രസകളിൽ ആ മുടിയുടെയും അവിടുത്തെ തിരുശേഷിപ്പിന്റെയും ബറക്കത്തുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഒരടിസ്ഥാനവുമില്ലാതെ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ശുദ്ധമായ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ലോകത്ത് നമുക്കും അവർക്കും ബോധ്യപ്പെട്ടു. നിങ്ങൾക്കറിയില്ലേ, അള്ളാഹുവിന്റെ ഹബീബിന്റെ തിരുശേഷിപ്പ് തിരുകേശം ഒരു വ്യക്തിക്ക് കിട്ടിയാൽ അത് വലിയ ബറക്കത്താണ്. ആ കിട്ടിയ വ്യക്തി വലിയ ഭാഗ്യവാനാണ്. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു തങ്ങള് യുദ്ധം നയിച്ചുകൊണ്ടിരിക്കെ തന്റെ തൊപ്പി നഷ്ടപ്പെട്ടപ്പോ അത് തെരഞ്ഞു പിടിക്കുവാൻ വേണ്ടി ആളെ നിയമിക്കുകയാണ്. ഒരുപാട് തെരഞ്ഞപ്പോൾ ആ നഷ്ടപ്പെട്ട തൊപ്പി കിട്ടിപ്പോയി. നോക്കുമ്പോ ഒരു പഴയ തൊപ്പി. ആ സമയത്ത് ഖാലിദ് റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് അനുയായികൾ ചോദിച്ചു, ഈ ഒരു പഴയ തൊപ്പി കിട്ടാനാണോ, ഇത് നഷ്ടപ്പെട്ട പേരിലാണോ അങ്ങനെ അങ്ങോട്ട് തെരയാൻ പറഞ്ഞത്? മഹാൻ പറഞ്ഞു, ഈ തൊപ്പി പഴയതാണെങ്കിലും ഈ തൊപ്പിക്കുള്ളിൽ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു തിരുമുടി ഞാൻ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട്. ആ മുടിയുടെ ബറക്കത്ത് കൊണ്ടാണ് എല്ലാ യുദ്ധങ്ങളിലും ഞാൻ വിജയിച്ചിട്ടുള്ളത് എന്ന് മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 മുടിയൊക്കെ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന കാന്തപുരം എല്ലാത്തിലും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഹക്കും ബാത്തും തമ്മിലുള്ള സാരമായ അന്തരം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഈ സമസ്ത എന്ന പ്രസ്ഥാനത്തിനെ ഉണ്ടാക്കുവാൻ വേണ്ടി ആദ്യം രംഗത്ത് വന്നപ്പോ ആ പ്രസ്ഥാനത്തിന്റെ നീണ്ട 40 കൊല്ലത്തിന്റെ സെക്രട്ടറി ജനറലായി സേവനം ചെയ്ത മഹാനായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിനക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം നഷ്ടപ്പെട്ടിട്ടില്ല എന്നറിയിക്കുന്ന വ്യക്തമായ തെളിവാണ് നമുക്ക് മുമ്പിലുള്ള വരക്കൽ മക്കാമിൽ വരക്കൽ മുല്ലക്കോത്തങ്ങളുടെ ചാരത്ത് ഇ.കെ. ഉസ്താദ് അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ആ ഇ.കെ. ഉസ്താദ് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം വലിച്ചെറിഞ്ഞുവെന്ന് എ.പി. വിഭാഗം പറയുന്നത് സത്യമാണെങ്കിൽ ഉസ്താദിന്റെ ജനാസ വരക്കൽ മക്കാമിലേക്ക് എത്തൂല.
അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ വലിയ കറാമത്ത് കാണിച്ച വരക്കൽ മുല്ലക്കോ തങ്ങളുടെ കറാമത്ത് കറാമത്തുൽ ഔലിയായി ലാ തൻഖതിഉ ബിമൗതിഹിം. അവരെ കറാമത്ത് മരണപ്പെട്ടാലും മുറിയൂല. ഒരുപാട് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നമുക്കുണ്ട്. ഈ സമസ്ത എന്ന പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ നായകന്മാർ മഹാനായ കോയക്കുട്ടി ഉസ്താദ് അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ, ചെറുശ്ശേരി ഉസ്താദ് അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ. എല്ലാ നമ്മുടെ നേതാക്കന്മാർക്കും അള്ളാഹു തആല അവന്റെ ത്വഅത്തിലായി ദീർഘായുസ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എന്നെപ്പോലുള്ള ആളുകൾ എന്തിനു വന്നു എന്നായിരിക്കാം ചോദിക്കുന്നത്. ഇവരോടൊപ്പം നിന്ന് പലപ്പോഴും ഇവർക്കൊക്കെ സനദും സനദിൻ്റെ പെട്ടിയും കെട്ടൊക്കെ ആയി കൊണ്ടു കൊടുക്കുന്ന അതിൻ്റെ ആളുകളുണ്ടാവുമല്ലോ, ആ നിലയിൽ ആ സനദ് കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് സഹായിയായി, അവിടെ തന്നെ പഠിച്ചൊരു വിദ്യാർത്ഥിയായി, കാന്തപുരത്തിൻ്റെ തന്നെ ശിഷ്യനായി ഇവർ പെട്ടെന്ന് അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. ഞാൻ 26 കൊല്ലം അവിടെ തന്നെ കൂടുകയായിരുന്നു. അപ്പോൾ പിന്നെ 2 സക്കാഫി ബിരുദവും 1 അര സക്കാഫി ബിരുദവും നേടാനുള്ള യോഗ്യതയുള്ളത് കൊണ്ട് എനിക്ക് സ്വയം ഒരു ബിരുദം നൽകി, സക്കാഫ്രീ എന്ന ബിരുദവും നൽകിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള ഉസ്താദുമാരെല്ലാം ഒരുപാട് പ്രഭാഷകരുണ്ട്. അവരെ നമുക്ക് സദസ്സിന്, നമ്മളൊക്കെ എപ്പോഴും ഈ കർണാടകയുടെ ഭാഗത്തെല്ലാം എല്ലാ സമയത്തും AP വിഭാഗത്തിലായിരുന്ന കാലത്ത് അപ്പുറത്തു നിന്നും ഇപ്പുറത്തായിരുന്നപ്പോൾ ഇവിടെ നിന്നുമാണ് ഞാൻ സംസാരിക്കാറുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങളുടെ ഉസ്താദായിരുന്ന കാന്തപുരം അവർകൾ അദ്ദേഹത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു കാലത്ത് സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും ബഹുമാനപ്പെട്ട കണ്ണിത്തുസ്താദും അദ്ദേഹത്തെ സ്വീകരിച്ചു. ആ സ്വീകരണം ഒരിക്കലും അവർക്ക് തെറ്റുപറ്റിയിട്ടില്ല. കാരണം അന്ന് അദ്ദേഹം ഒരു പരിധിവരെ സത്യസന്ധനായിരുന്നു, പ്രഗത്ഭനായിരുന്നു, നിഷേധിക്കുന്നില്ല. അതേസമയം അദ്ദേഹം വലിയ കള്ളന്മാരെ കൂടെ കൂടിയപ്പോൾ, അല്ലെങ്കിൽ കള്ളന്മാർ അദ്ദേഹത്തോടെ കൂടെ കൂടിയപ്പോൾ അദ്ദേഹത്തിന് വലിയ മാറ്റം പറ്റി. പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എന്ന വലിയ പെരുങ്കള്ളൻ, പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ പേരോടെന്ന് പറയുന്ന മറ്റൊരു കള്ളൻ, PP എന്ന് പറയുന്ന മറ്റൊരു കള്ളൻ, ഇങ്ങനെ ഒരുപാട് കള്ളന്മാരെ കൂടെ അദ്ദേഹം കൂടിയപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അവരുടെ സ്വഭാവത്തിലേക്ക് അദ്ദേഹത്തിലേക്ക് പകർന്നു. ഇന്ന് അദ്ദേഹം ഒരു വലിയ മുഴുക്കള്ളനായി ഇദ്ദേഹവും മാറി എന്ന് മാത്രം. ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്. പലരും പറയും, എന്നിട്ട് അദ്ദേഹത്തെ നിങ്ങൾ സ്വീകരിച്ചില്ലേ, ശംസുൽ ഉലമ സ്വീകരിച്ചില്ലേ, കണ്ണിയത്തുസ്താദ് സ്വീകരിച്ചു. പക്ഷെ അവർക്ക് അന്ന് ഒരിക്കലും തെറ്റുപറ്റിയില്ല. അന്ന് അദ്ദേഹം ഒരു പരിധിവരെ മാന്യനായിരുന്നു. ആ മാന്യത മുഴുവനും തകർത്തെറിഞ്ഞു. ഈ കള്ളന്മാരോട് കൂടിയപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ ഏറ്റവും മോശപ്പെട്ടവരെ അദ്ദേഹം മാറിയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, അദ്ദേഹം തിരുകേശത്തിന് വേണ്ടി തിരുവള്ളി നിർമ്മിക്കാൻ രാജ്യത്തൊന്നായിട്ട് നടന്ന് പിരിവ് നടത്തി. ഇപ്പോൾ തിരുചട്ടിക്ക് തിരു അടുപ്പ് നിർമ്മിക്കാൻ പരിശ്രമിക്കുകയാണ്. ഇങ്ങനെ എന്തെല്ലാം വേണ്ട വൃത്തികൾ, ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്ത, ബുദ്ധിയുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളുമായി മുന്നിട്ട് വരേണ്ട, സമൂഹത്തെ സമീപിക്കേണ്ട ദൗർഭാഗ്യകരമായ ഒരവസ്ഥയിൽ അദ്ദേഹം എത്തിപ്പെട്ടതെങ്കിൽ അദ്ദേഹത്തെ ഒരു കാലത്ത് സ്വീകരിച്ച, അദ്ദേഹത്തിന് മാന്യത നൽകിയ മഹാന്മാരായ പണ്ഡിതന്മാരെ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റി അഹങ്കാരത്തിൻ്റെയും അഹന്തതയുടെയും മേഖലയിലേക്ക് അദ്ദേഹം ഈ കള്ളന്മാരോടൊപ്പം പ്രവേശിച്ചതിൻ്റെ പേരിലാണ് അതിൻ്റെ അനന്തരഫലം അനുഭവിക്കുക മാത്രമല്ല, അത് സമൂഹത്തിന് പാഠമാകുന്ന വിധത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ചു.